ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി KSRTCയിലേക്കുള്ള ഇന്റർവ്യൂ കാർഡ് കിട്ടിയെന്ന് പറഞ്ഞ് കുറേ കൂട്ടുകാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. അപ്പോൾ അതിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റും ബാക്കി കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്നാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഞാൻ എറണാകുളം ജില്ലയിലാണ് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ പല ജില്ലകളിലും പല വ്യത്യാസങ്ങളുണ്ടാകും. അതായത് ടെസ്റ്റ് എന്തായാലും ടി തന്നെ ആയിരിക്കും എന്ന് അറിയാലോ. അതല്ല, നമുക്ക് ചിലപ്പോൾ കിട്ടുന്ന വണ്ടി ചിലപ്പോൾ കട്ട്ചേസോ അല്ലെങ്കിൽ ലോങ് ബസ്സുകളോ ആയിരിക്കും. അതേപോലെ തന്നെ എനിക്ക് കിട്ടിയത് ലെയ്ലാൻഡാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഈസറോ അല്ലെങ്കിൽ ടാറ്റയോ കിട്ടിയെന്ന് വരും. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ ഉണ്ടാവും. എന്നാലും ടെസ്റ്റും ബാക്കി കാര്യങ്ങളും ഒക്കെ ഏറെക്കുറെ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതാണ് നമ്മുടെ ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ ഏകദേശം മാതൃക. ടി എന്ന അക്ഷരത്തിലാണ് നമ്മൾ ടെസ്റ്റ് എടുക്കുക. നമ്മൾ എങ്ങനെയാണോ ഹെവി എടുത്തത് അതുപോലെ തന്നെയാണ് ഇതും എടുക്കുന്നത്. പക്ഷേ എന്താ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹെവി എടുക്കുമ്പോൾ നമുക്ക് കട്ട്ചേസ് ബോഡിയാണ് നമുക്ക് കിട്ടുക. ഇത് ചിലപ്പോൾ നമുക്ക് കട്ട്ചേസും കിട്ടാം, ചിലപ്പോൾ ലോങ് ബോഡിയും കിട്ടാം. എനിക്ക് കിട്ടിയത് ലോങ് ബോഡിയാണ്. ഞാൻ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഒരു 10 ചെക്ക് പോയിന്റുകളാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിൽ ഇത് വലിയൊരു കമ്പി വെച്ചിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക. അതായത് കുറച്ചും നല്ല ഹൈറ്റ് ഉണ്ടാവും. അത് നമുക്ക് ടെസ്റ്റ് എടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമ്മുടെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടീയുടെ ഈ വാലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഈ വാലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു എൻഡിലേക്കും, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ബാക്കിലേക്കും, പിന്നെ ഇവിടുന്ന് ഒരു എൻഡിലേക്കും, അവിടുന്ന് നേരെ ബാക്കിലേക്കാണ് പോണത്. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് എടുക്കുന്നതിന്, അതായത് വണ്ടിയിൽ കയറുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചിന്തിക്കണം, ആദ്യം നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകാൻ എളുപ്പം അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ആദ്യം തന്നെ ചിന്തിക്കണം. കാരണം ഇങ്ങോട്ടേക്ക് ആദ്യം പോയാലും ഇങ്ങോട്ടേക്ക് ആദ്യം പോയാലും ഒരു കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മൈൻഡിൽ ചിന്തിച്ച് വെക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ എത്തിയിട്ട് ഇങ്ങോട്ടേക്ക് പോകണോ എന്ന് ടെൻഷൻ ആയിട്ടുണ്ടെങ്കിൽ ആകെ പാനിക്കായി ആകെ വിഷയമാവും. അപ്പോൾ നമുക്കിത് ടെസ്റ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ബസ് ഈ ഒരു പോയിന്റിലായിരിക്കും നിർത്തിയിട്ടുണ്ടാവുക. അതായത് ടീയുടെ വാലിൽ കുറച്ച് ഇറക്കിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് പോവാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ ബസ് കുറച്ച് മുമ്പോട്ടേക്ക് ഇറക്കിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ടെസ്റ്റ് പാസ്സാവാൻ. കാരണം ഇത്രയും ബാക്കിലാവുമ്പോൾ ഒടിച്ച് കിട്ടാൻ കുറച്ചും കൂടി പാടായിരിക്കും. ഇവിടുന്ന് വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പതിയെ വണ്ടി ഒടിച്ചു തുടങ്ങാം. ഇങ്ങനെ വന്ന് കുറച്ചും കൂടി എളുപ്പത്തിന് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ബാക്ക് ഡോറ് അല്ലെങ്കിൽ ബാക്കിലത്തെ ടയർ ഏകദേശം ഈ കമ്പിയുടെ അടുത്ത് വരുമ്പോൾ ഫുള്ള് വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് വളഞ്ഞു കിട്ടാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് നേരെ ഇവിടെ വണ്ടി ഇറക്കിയിടും. അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടുന്ന് പതിയെ ഇങ്ങോട്ടേക്ക് പോകും. അതായത് വാലിൻ്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ പോയി അതേപോലെ തന്നെ ഈ എൻഡിൽ ചെന്ന് കുറച്ച് കയറ്റിയിടും. അവിടുന്ന് നേരെ തിരിച്ച് റിവേഴ്സ് എടുത്ത് നേരെ ഇങ്ങനെ വന്ന് ഇവിടെ ഇറക്കിയിടുമ്പോഴാണ് നമ്മൾ ടെസ്റ്റ് പാസ്സാവുക. അതിൻ്റെ ഇടയ്ക്ക് ഈ മൂലയിലോ അല്ലെങ്കിൽ ഈ മൂലയിലോ ഇവിടെയോ തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ഫെയിലാവും. അതിന് നമുക്ക് വേറൊരു ചാൻസോ കാര്യങ്ങളോ ഒന്നും അവർ തരൂല. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേറൊരാൾ ടെസ്റ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ടെസ്റ്റ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിൻ്റെ മുമ്പ് ടെസ്റ്റ് എടുത്ത ആൾ ചിലപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന അയാളുടെ എളുപ്പത്തിന്, കാരണം റിവേഴ്സ് വെക്കുമ്പോൾ ഈ സൈഡും അതുപോലെ തന്നെ ഈ സൈഡും മുട്ടാത്ത രീതിയിലാണ് ടെസ്റ്റ് എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ആൾ കൊണ്ടുവന്ന് ഇങ്ങനെ ചിലപ്പോൾ കോണിച്ചായിരിക്കും വണ്ടി ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ ടെസ്റ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഒന്ന് നേരെയാക്കി ഇങ്ങനെ കറക്റ്റ് സെൻറ്റർ ആക്കിയിടാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. അതായത് വണ്ടി ഇങ്ങനെയാണ് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നേരെയാക്കിയിടാം കറക്റ്റ് സെൻറ്ററിൽ. അത് ആക്കിയിടുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമുക്ക് കുറച്ചും കൂടി എടുത്തു കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. പിന്നെ ഈ വരച്ച് കാണിച്ചതുപോലെയല്ല, ഗ്രൗണ്ടിൽ അത്യാവശ്യം ഗ്യാപ്പും കാര്യങ്ങളും ഉണ്ടാകും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ഈ ടീ എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ടെസ്റ്റ് അടിക്കാൻ തരുള്ളൂ. അപ്പം ആ ടെസ്റ്റ് അടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആളെങ്ങനെയാണ് ടെസ്റ്റ് എടുക്കണമെന്നും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടീ എടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക, ഫുള്ള് ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കുക. കാര്യം വെഹിക്കിളിനെയും അതേപോലെ തന്നെ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മൾ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇവിടുന്ന് തിരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരു കണ്ണാടിയിൽ നോക്കിയെടുക്കണമെന്നോ അല്ലെങ്കിൽ പുറകോട്ട് നോക്കിയെടുക്കാൻ പാടില്ല എന്നുള്ള അങ്ങനെയൊന്നും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് പുറത്തേക്ക് നോക്കി, അതായത് ബാക്കിലേക്ക് നോക്കി എവിടെയാണ് കമ്പി എങ്ങോട്ടാണ് തിരിയണമെന്നൊക്കെ കറക്റ്റായിട്ട് നോക്കി തന്നെ തിരിക്കാം. അതേപോലെ തന്നെ ബാക്കിലേക്കോ ഇങ്ങോട്ടേക്കോ അങ്ങനെ തിരിയുന്നതിനൊന്നും യാതൊരു പ്രശ്നമില്ല. അതേപോലെ തന്നെ വണ്ടി
സഡൻ ആയിട്ട് നിന്ന് പോകുന്നതിന്, അതായത് ഓഫായി പോകുന്നതല്ല ഞാൻ പറയുന്നത്, ടയറിന്റെ റൊട്ടേഷൻ നിന്ന് പോകരുത് എന്നൊന്നുമില്ല. അതായത് ടയറിന്റെ റൊട്ടേഷൻ ഒന്ന് നിർത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ടയറിന്റെ റൊട്ടേഷൻ നിന്ന് പോയി എന്നോർത്ത് ടെസ്റ്റ് ഫെയിൽ ആവുന്നില്ല. വണ്ടി ഒരു കാരണവശാലും ഓഫായി പോകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഇതേപോലെ തന്നെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോയി ഇങ്ങനെ സ്റ്റക്കായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് റിവേഴ്സ് എടുത്ത് പിന്നെ ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റൂല. അപ്പൊ നമ്മൾ ടെസ്റ്റ് ഫെയിൽ ആവും. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്കിലായിരിക്കും വണ്ടി ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനും അതേപോലെ തന്നെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇടുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് ഇടാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് എവിടെയാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിയറിംഗിന്റെ റൈറ്റ് സൈഡിൽ ഈ ഡാഷിന്റെ ഇവിടെ ആയിട്ടാണ് വരിക. അല്ലെങ്കിൽ നമ്മുടെ സീറ്റിന്റെ ബാക്കിലായിട്ട് നിലത്ത് റൈറ്റ് സൈഡിൽ തന്നെയാണ് വരിക. അത് രണ്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ 7 സ്പീഡ് ഗിയർ ബോക്സിന്റെ പാറ്റേൺ വരുന്നത്. അതിപ്പോൾ ലെയ്ലാൻഡ് ആയാലും മേസർ ആയാലും ടാറ്റ ആയാലും ഏകദേശം ഇങ്ങനെ തന്നെ ആയിരിക്കും. റിവേഴ്സ് ഇവിടെ ഫ്രണ്ടിലായിട്ടും അതുപോലെ തന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് ഫസ്റ്റ്, അതിന്റെ ബാക്കിലായിട്ട് സെക്കൻഡ്, പിന്നെ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, ഇങ്ങനെയായിരിക്കും ഇതിന്റെ പാറ്റേൺ. പിന്നെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ഗിയർ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് എന്ന് പറയാം. പിന്നെ ഇപ്പുറത്തേക്ക് മാറുമ്പോൾ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അതിൻ്റെ റിവേഴ്സ് സെയിം ഇവിടെ തന്നെയാണ്. ഫസ്റ്റ് അതായത് ഹൈ ഗിയർ വരുന്നത് അതിൻ്റെ നേരെ ബാക്കിലായിട്ട്, സെക്കൻഡ് ഇവിടെ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഇങ്ങനെയാണ് ഗിയർ ബോക്സിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ എന്താ ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വണ്ടിയിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ എല്ലാ ഗിയറും ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ പൊസിഷനിൽ തന്നെ ആ ഗിയർ ഉണ്ടാവണം എന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല വണ്ടിയുടെയും ഗിയർ ബോക്സ് ചിലപ്പോൾ അഴിച്ച് പണിയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചെറുതായിട്ട് വേരിയേഷൻ വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും വണ്ടിയിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ ആദ്യം തന്നെ ആ ഗിയറിന്റെ പൊസിഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ടെസ്റ്റിന് ഒരു 99% ലെയ്ലാൻഡ് വണ്ടി തന്നെ ആവാനായിട്ട് സാധ്യത. അതേപോലെ തന്നെ ഗിയർ നോബിൽ മാർക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഗ്രൗണ്ട് ടെസ്റ്റിലുള്ളത്. ഗ്രൗണ്ട് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് ടെസ്റ്റ് ആണ്. റോഡ് ടെസ്റ്റ് വരുന്നത് 10 മാർക്കിലാണ്. ആ 10 മാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന രീതി അനുസരിച്ചാണ് അവർ മാർക്ക് ഇടുക. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ്സിലെ മീറ്റർ ബോർഡില്ലേ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ മൈൻഡിൽ നമ്മൾ ഓർത്തിരിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെഹിക്കിള് അതിനെപ്പറ്റി ചോദിക്കുക, ഇതെന്തിൻ്റെ മീറ്ററാണ്, അതെന്തിൻ്റെ മീറ്ററാണെന്ന്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോഡ് സൈഡിലായിരിക്കും വണ്ടി നിർത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അവിടുന്ന് റോട്ടിലേക്ക് കയറ്റുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈ കാണിക്കുക. അപ്പോൾ അതിനൊക്കെ മാർക്കുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നമ്മൾ ഗിയർ ഇടുമ്പോൾ ക്ലച്ച് ശരിക്കും അമർത്തിയിട്ട് നല്ല രീതിയിൽ തന്നെ ഗിയർ ഇടുക, അല്ലെങ്കിൽ സൗണ്ട് കേൾക്കും. സൗണ്ട് കേൾക്കണതിന് മൈനസ് മാർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ബ്രേക്ക് ചവിട്ടണത് നൈസായിട്ട് ചവിട്ടാവുള്ളൂ. അതായത് നമ്മുടെ പാസഞ്ചർ വെഹിക്കിളാണ്. പാസഞ്ചർ വെഹിക്കിളിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ബ്രേക്ക് ചവിട്ടാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് വേണം ബ്രേക്ക് ചവിട്ടാൻ. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വണ്ടീനെ ഓവർടേക്ക് ചെയ്യാനൊക്കെ പറയും. അങ്ങനെയുള്ള ടാസ്കുകളൊക്കെ ഉണ്ടാവും. പിന്നെ ടെസ്റ്റ് കഴിഞ്ഞ് വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി നിർത്താൻ നേരത്തെ ലെഫ്റ്റിലെ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടിട്ട് വേണം ഒതുക്കി നിർത്താൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് റോഡ് ടെസ്റ്റിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ 10ൽ എല്ലാവരും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, എന്നാലും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നാൽ പോലും നിങ്ങൾ ടെസ്റ്റിന് ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള വെഹിക്കിൾ ഇൻസ്പെക്ടറും അതേപോലെ തന്നെ സീനിയർ ഡ്രൈവർമാരും ഒക്കെ തരുന്ന നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് പാലിച്ചിട്ട് വേണം നിങ്ങൾ ടെസ്റ്റിന് പങ്കെടുക്കാൻ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ടെസ്റ്റിന് പോകാൻ നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.